നമസ്കാരം. കേരളം ആർക്കൊപ്പം? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ UDF ഒരുങ്ങുമ്പോൾ ചരിത്രപരമായ മൂന്നാം ഊഴത്തിനായി LDF സർവ്വസന്നാഹങ്ങളും പുറത്തെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രം ബാക്കി. എന്നാൽ ഈ വട്ടം പോരാട്ടം കേവലം 2 മുന്നണികൾ മാത്രമുള്ളതല്ല. കേരള രാഷ്ട്രീയത്തിൽ ഇത്തവണ പ്രവചനാതീതമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് NDAയുമായി കൈകോർത്ത് 2020 പാർട്ടിയും. വരും ദിവസങ്ങളിൽ മുന്നണികൾ പയറ്റാൻ പോകുന്ന അവസാനവട്ട തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന നേർക്കാഴ്ച പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ സാർ, ഒപ്പം അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ആർലിൻ ഫ്രാൻസിസ്. രണ്ടുപേർക്കും സ്വാഗതം. വലിയൊരു തെരഞ്ഞെടുപ്പിനെ കേരളം അഭിമുഖീകരിക്കുകയാണ്. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിധിയെഴുത്താണത്. രാഷ്ട്രീയ പാർട്ടികളുടെ വിധിയെഴുത്തല്ല, ജനതയുടെ കേരള ജനത്തിൻ്റെ ഒരു വിധിയെഴുത്ത്. കാരണം അടുത്ത 5 വർഷം അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നത് എല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണ് ഈ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് മറ്റ് ഇലക്ഷനിൽ നിന്നെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാക്കുന്നത്? ആദ്യം സാറെന്ന് പറയും. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഇതിനു മുമ്പ് നടന്ന 2021 ഒക്കെ ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാഴ്ചപ്പാട് കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ആശയങ്ങളുടെ സമ്പുഷ്ടത കൊണ്ടും എല്ലാം വ്യത്യസ്തമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, പൊളിറ്റിക്സ് ചർച്ച ചെയ്യാത്ത ഒരു ഇലക്ഷനായിട്ട് ഇതിനെ ഫീൽ ചെയ്യണം. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ഒരു വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇപ്രാവശ്യം ജനം ആരുടെ കൂടെ നിൽക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കോൺഗ്രസ് അവർക്കുണ്ടായിരുന്ന മുന്നേറ്റം മുഴുവൻ നഷ്ടപ്പെടുത്തിയ സ്ഥിതിക്ക് ഒരല്പം മുന്നോക്കം നിൽക്കുന്നത് LDF ആണോ എന്ന് ഒരു സംശയം നമുക്ക് പൊതുവേ ഉണ്ട്. കാരണം ആളുകളുടെ മനസ്സിലൊക്കെ ഒരു ചർച്ചകളൊക്കെ അങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ചായ്വിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇനി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ, പൊളിറ്റിക്സ് അല്ല മറ്റ് ഇലക്ഷനിലേക്കാളും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ചർച്ച ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ട്. അതിന് കാരണം, ഇപ്പം ഞാൻ പുറകിൽ നിന്ന് വരാം, മുന്നണികളിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന മുന്നണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിട്ട് അവരുടെ രാഷ്ട്രീയം മുഴുവൻ അവതരിപ്പിക്കുന്നത് വർഗീയ രാഷ്ട്രീയമാണ്. അവരിപ്പോഴും മതം പറഞ്ഞ് വോട്ട് മേടിക്കുന്നതിനെ പറ്റി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊരു മോദിയുടെ വികസനത്തെ പറ്റി പറയും, പക്ഷേ എങ്കിലും അവർ ഫോക്കസ് മുഴുവൻ അങ്ങോട്ടാണ് ഈ പറയുന്ന വർഗീയതയിലേക്കാണ്. ഇത് ഫോക്കസ് വരാൻ കാരണം വേറൊന്നുമല്ല, കൃത്യം ഈ സമയത്താണ് എന്ത് വന്നേക്കുന്നത്? ഗ്യാസിൻ്റെ പ്രതിസന്ധി, സാധാരണക്കാരൻ്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത അവസ്ഥ. പണ്ട് 400 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഇത് തലേ വെച്ച് സമരം ചെയ്തവർന്നൊക്കെ ഇന്നിപ്പോൾ 1000-ഓളം ആയിട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അവർ തന്നെ സ്വയം ഡിഫൻസിലേക്ക് പോവുകയാണ്. 2 വൻ വിലക്കയറ്റം, ഇന്ന് വരെ ഇന്ത്യ മഹാരാജ്യം കണ്ടില്ലാത്ത രീതിയിൽ വിലക്കയറ്റം. കാരണം രൂപയുടെ മൂല്യം ഇടിഞ്ഞതും 94 രൂപയ്ക്ക് മേലേക്ക് പോയി കഴിഞ്ഞു. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും തകർച്ച തന്നെയാണ്. നമുക്ക് എന്തായാലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് പലതും പറയും, പക്ഷേ തകർച്ച തന്നെയാണ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ്, അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം താളം തെറ്റി കിടക്കാം. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. തൊഴിലില്ലായ്മ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ. ഏതാണ്? ഈ വർഗീയത. ഇപ്പം ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ JEE എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യം ഈ ദിവസങ്ങളാണ് വന്നേക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയും ഈസ്റ്റർ ദിനത്തിലും എക്സാം കൊണ്ടു വെച്ച് ഇതിനൊക്കെ ഒരു ന്യായീകരണവും പറയാൻ പറ്റില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങോട്ട് തിരിഞ്ഞപ്പം അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ട്രാറ്റജി മാറ്റി പിടിച്ചു. അവരെങ്ങോട്ട് പോയി, അവർ പ്രതിരോധത്തിലൊന്ന് വർഗീയതയിലേക്ക് പോയി. അതാണ് ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ പ്രകടിപ്പിച്ചതും, അതുപോലെ നമ്മുടെ കുണ്ടറയിലെ സ്ഥാനാർത്ഥി വാളൊക്കെ പിടിച്ച് പ്രചരണം ആരംഭിച്ച ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒറിജിനൽ RSSകാരൻ്റെ ഡോക്ടർ റോബിൻ, അത് ചെറിയ നിസ്സാരക്കാരനല്ല, ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്ത ആളല്ല, പക്ഷേ വാളൊക്കെ പിടിച്ച് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചതിൻ്റെയൊക്കെ പുറകിലുള്ള രഹസ്യം അതാണ്. അത് മുഴുവൻ അങ്ങനെയാണ് അവരുടെ. ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ബഹുദൂരം മുന്നിലായിരുന്നു. ബഹുദൂരം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസങ്ങൾ വരെ
ബഹുദൂരം മുന്നിലായിരുന്നു. പക്ഷേ അവർ ജനങ്ങളുടെ മുമ്പിൽ വാഗൊണ്ട് മാത്രമേ മുമ്പിലായിരുന്നുള്ളൂ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇലക്ഷൻ പ്രഖ്യാപനം വന്ന് 4 മണിക്ക് വരുന്നു, 5 മണിക്ക് ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നു, 6 മണിക്ക് അവരുടെ റോഡ് ഷോ ആരംഭിക്കുന്നു. ആ സമയത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങിയില്ല. അവിടെ തൊട്ട് അവരുടെ പരാജയം ആരംഭിച്ചു. വളരെ മുന്നിൽ ജനം ഒരു കണക്കിന് നോക്കിയാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ടോപ്പിൽ നിന്നിരുന്ന ഒരു സമൂഹം ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി, താഴോട്ട് പോയി. അത് അവർ തമ്മിലുള്ള അടി ഇന്നും തീർന്നിട്ടില്ല. കാരണം ഇപ്പം മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോഴും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം VM സുധീരനും കൂടെ കയറി ഇത് പിടിച്ചോടുകൂടി സംഭവം അതൊക്കെ ഇങ്ങനെ കുളവായിട്ട് നിൽക്കുക. മിക്കവാറും അവർ തമ്മിൽ PJ കുര്യൻ കയറി പിടിച്ചു. പരസ്പരം അവർ തന്നെ മിക്കവാറും ഈ സ്ഥാനാർത്ഥികളൊക്കെ തോൽപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പരസ്പരം. കാരണം എനിക്കാകണം, മറ്റേയാക്കണം, അടുത്തയാൾക്കാകണം എന്നുള്ള ചിന്തയിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടു. CPM ഒട്ടും മോശമായിരുന്നില്ല. കാരണം ഭരണവിരുദ്ധ വികാരം എന്തായാലും അവിടെയുണ്ട്. പ്രത്യേകിച്ചും ഈ LDF-ൻ്റെ ഭരണത്തോട് ജനങ്ങൾക്ക് ഒരു പരിധി വരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമീപനം ഉണ്ടെങ്കിലും പിണറായി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തോടും ആ സമീപനത്തോടും, പ്രത്യേകിച്ച് നമ്മുടെ സജി ചെറിയാൻ, ഈ പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, ഇവരോടൊക്കെയുള്ളൊരു വ്യക്തിപരമായ ഒരു അകൽച്ചയുണ്ട്. അത് അതിന് മൂർധന്യം നിൽക്കുന്ന സമയത്താണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതുപോലും മാറ്റപ്പെട്ട് ഇപ്പോൾ ഒരു അവർക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തപ്പെട്ടു. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒരു നേരിയ മുൻതൂക്കം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇലക്ഷൻ ട്രെൻഡ് വെച്ചിട്ട് LDF-നാണ്, ഇടതുപക്ഷത്തിനാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മുന്നുള്ള എല്ലാ ഇലക്ഷനിലും രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നവിടുന്ന് വികസനം ചർച്ച ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒട്ടും വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാതെ എന്തായി, പക്ക ഈ വർഗീയതയിലേക്ക് വന്നു. ഇപ്പം VD സതീശനാണെങ്കിൽ, അല്ലെങ്കിൽ VD സതീശൻ നേതൃത്വം കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു, അതും വർഗീയത. ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഇടതുപക്ഷവും ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ചെയ്തേക്കുന്ന തന്ത്രം എന്താണ്? അവർ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പാലക്കാട്ടുകാരനാണ്. ഞങ്ങളുടെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം BJP വിജയത്തിലേക്ക് എത്തേണ്ട BJP-യാണ്. ആ BJP-യുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തൊട്ട് ചെറിയൊരു പാളിച്ച അവർക്ക് വന്നിട്ടുണ്ട്. അതെന്തായാലും അവർക്ക് കിട്ടാവുന്ന ബെസ്റ്റ് സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. മറ്റൊരു കോൺഗ്രസ് ഇറക്കി പിഷാരടിയെ, അവർക്കും ഇപ്പോൾ അവിടെ കിട്ടാവുന്ന വേറെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ അവരും ഇവിടെ കൊണ്ട് ഇറക്കി. ഇതിനെ മറികടക്കണമെങ്കിൽ എന്താ വഴി? ഇതിനെ മറികടക്കാൻ ഒരു വഴിയില്ലാതെ CPM ആളെ തപ്പി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ നാട്ടിലെ നല്ലൊരു വ്യാപാരിയെ കിട്ടിയത്, NMR. അദ്ദേഹത്തെ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ CPM അവിടെ മുന്നോട്ടാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്ക് CPM ആദ്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് വീഴ്ത്ത് മുന്നോട്ട് വന്നു. 2000 വോട്ടിന് മുന്നിലാണ്. ആ മുന്നോട്ട് വന്ന CPM നല്ല ടാക്സുകൾ എടുത്ത് കളിച്ചു, വർഗീയത തന്നെ കളിച്ചു. എന്താണ്? അവിടെ ഒരു മുസൽമാനെ ഇട്ട് കോൺഗ്രസിൻ്റെ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. ഇവിടുത്തെ കേഡർ പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കുന്നു. വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെ കുറച്ച് വോട്ടുകൾ, നിഷ്പക്ഷ സമൂഹത്തിൻ്റെ വോട്ടുകളും ഒക്കെ കൂടെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1000 വോട്ടിനോ 500 വോട്ടിനോ 2000 വോട്ടിന് വരെയോ ആര് ജയിക്കും? ഇപ്പം CPM സ്ഥാനാർത്ഥി ജയിക്കുന്ന തീർച്ചയായിട്ടും. ഇതെല്ലാം ഇത് ഈ കോൺഗ്രസിന് പറ്റുന്ന പ്രശ്നം എന്നാ? ഇതിനകത്തുള്ള ചതി എന്താണെന്ന് ഇപ്പോഴും കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഇപ്പോൾ ആ നിന്നോടെ തന്നെ നിൽക്കുക. കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ BJP ലക്ഷ്യം കാണുന്നത് എന്നും അത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എക്സിക്യൂട്ട് ചെയ്ത് വിജയിച്ചുവെന്നും ചിന്തിക്കാതെ ഇവിടെ ഇവർ വീണ്ടും പോയി തലവെച്ച് കൊടുക്കുക. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. അവരുടെ സമസ്ത പോലും തള്ളിപ്പറഞ്ഞു. അങ്ങനെ സമസ്ത പോലും തള്ളിപ്പറഞ്ഞതിനെയാണ് ഈ പുള്ളി ചേർത്ത് വെച്ചിരുന്നത്. ഒരു നിഷ്പക്ഷ സമൂഹം, മുസ്ലിം സമൂഹത്തിലെ നിഷ്പക്ഷ സമൂഹം പോലും ആർക്കെതിരാണ്? ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് പോയി ഇതിനെല്ലാം വർഗീകരിച്ചു. പിന്നെ VD സതീശൻ കഴിഞ്ഞ ദിവസം കൊച്ചി നടത്തിയ പ്രസ്താവന, കൊച്ചി രൂപതയുടെ ആസ്ഥാനത്ത് ചെന്നിട്ട് വോട്ട് ബാങ്ക് നിങ്ങൾ കയ്യിലിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് ദോഷം എന്നാ അറിയോ? തീരദേശത്തെ ഒരു 60-ലധികം മണ്ഡലങ്ങളിൽ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും തോപ്പിക്കാൻ പറ്റും. ഇപ്പോൾ VD സതീശന് തന്നെ നിലനിൽപ്പ് അപകടത്തിലാണ്. കാരണം കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി CPI അവിടെ കൊണ്ടുപോയിട്ടു. അദ്ദേഹത്തിന് ടൈസൺ മാസ്റ്റർ ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ്.
അദ്ദേഹത്തിന് സഭയിൽ നല്ല വേരോട്ടമാണ്. തീർച്ചയായിട്ടും എനിക്ക് കയ്പമംഗലത്ത് 2 അല്ലേ 10 വർഷം 2 അടുപ്പിച്ച് ടൈം MLA ആണ്. അതും ക്രൈസ്തവരല്ല, മേഖലയിൽ ആ ഒരു തീരപ്രദേശ ക്രൈസ്തവരെല്ലാം വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ ചർച്ചിൻ്റെ ഉള്ളിൽ പറയാം, ചർച്ചിൻ്റെ ഉള്ളിൽ പോലും അദ്ദേഹത്തിന് നല്ലൊരു സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പോലും ആ സമൂഹത്തെ പോലും വെറുപ്പിച്ച് ഈ സതീഷിനെ ജയിപ്പിക്കുന്ന മുഴുവൻ ക്രിസ്ത്യാനികളും വെറുപ്പിച്ചിട്ടാണ് ഈ സതീശൻ പോയി പറഞ്ഞിരിക്കുന്നത്. ഇത് സതീഷിന് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, തീരദേശത്തെ ഏകദേശം തിരുവനന്തപുരം തൊട്ട് മറ്റ് വിഷയങ്ങളുണ്ട്, ഇപ്പോൾ വക്കഫ് അതുപോലുള്ള വിഷയങ്ങളൊക്കെ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോഴും അപ്പോൾ ഇത് ഒരു സൂയിസൈഡിങ്, അതായത് BJPയുടെ തന്ത്രങ്ങളെ മനസ്സിലാക്കാതെ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാതെ സതീഷൻ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത് ഈ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ എന്താ മടി? അതിന് ചേർത്ത് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ അതേപോലെ തന്നെ ഭരിക്കുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷം. അവർ ക്ലിയറായിട്ട് തള്ളി പറയുന്നുണ്ട്. ഏത് തീവ്രവാദത്തെയും തള്ളി പറയുന്നുണ്ട്. വലതുപക്ഷ തീവ്രവാദത്തെയും ഇടതുപക്ഷ ഇസ്ലാമിക തീവ്രവാദത്തെയും ഒക്കെ തള്ളി പറയുന്നുണ്ട്. ആ തള്ളി പറയുന്ന നിലപാടെടുക്കാതെ സോഫ്റ്റ് സമീപനം എടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ആണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് ചെന്നുപെടുന്നത്. അതിപ്പോൾ മനസ്സിലാവില്ല, ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും അതതിൻ്റെ പൂർണ്ണതയിലെത്തും. അതാണ് ഡീലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡീലെന്ന് പറയുന്നത് BJPക്ക് ഒരു അജണ്ടയുണ്ട്. BJPക്ക് എങ്ങനെയും കോൺഗ്രസിനെ പറിക്കണം. അത് നമ്മൾ മുന്നോട്ടുള്ള ചർച്ചയിൽ ചിലപ്പം അത് വരും. കാരണം 2020 സ്ഥാനാർത്ഥികൾ നിർണ്ണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കാര്യമുണ്ട്. അതിൽ വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ VD സതീശൻ്റെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ UDF കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 10 വർഷത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ കേരളത്തിൽ ഉണ്ടാവണം. 5 വർഷത്തെ ഉണ്ടായിരുന്നു, അതിലും വിജയിക്കാൻ പറ്റില്ല. 10 വർഷത്തെ ഉണ്ടാവണം. അതിനുശേഷം ജനങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം, അതായത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അവിടെയൊക്കെ ഒരു ഇപ്പോൾ LDFനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ CPMലെ ഒരു ക്യാപ്റ്റൻ പിണറായി വിജയനാണെങ്കിൽ UDFന്റെ ക്യാപ്റ്റൻ ഒരു VD സതീശനായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ VD സതീശൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നയിച്ചൊരു പടയാണ് നമ്മൾ കണ്ടത്. അവിടെ എല്ലാം വലിയ രീതിയിൽ മാർജിനൽ വിജയം UDFന് കിട്ടിയിരുന്നു. അവസാനം നടന്ന ഇത് തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ മുന്നേറ്റം. അന്നൊന്നും ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, KC ആയിക്കോട്ടെ, ഇവരാരെയും ആ ഒരു സമയങ്ങളിൽ അത്രയും മുന്നോട്ട് നിൽക്കുന്നില്ല. പക്ഷേ എന്താണ് ഇപ്പോൾ പുതിയുഗ യാത്രയിലോടുകൂടി വരെ അത്യാവശ്യം നല്ല രീതിയിലൊരു മുന്നേറ്റം സൃഷ്ടിച്ച ആ ഒരു കോൺഗ്രസ്, അതിന് ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ആ ഒരു K സുധാകരുമായി ബന്ധപ്പെട്ടുള്ള കണ്ണൂർ വിഷയം, എനിക്ക് തോന്നുന്നത് എല്ലാ മുന്നണിയിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മുന്നണിയിലും. പക്ഷേ ബാക്കി 2 മുന്നണികളും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഒരു മാധ്യമങ്ങൾക്കും വരുന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോയില്ല. പക്ഷെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ഈവൻ അവരൊന്ന് എന്താ പറയുക, ഏതൊരു കഴിഞ്ഞ ദിവസം മറ്റേ പറഞ്ഞ ഈ ചില വിഷയങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ പോലും അതുപോലും വാർത്തയാക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ലോകം കണ്ടു, കേരളം മുഴുവൻ ജനങ്ങൾ കണ്ടു. എന്തായിരുന്നു ആ ഒരു വിഷയം എത്രത്തോളം ഈ വിഷയത്തിൽ അവരെ ബാധിക്കും? മറ്റേ ഇലക്ഷൻ നിർണയത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനെ ബാധിക്കുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കില്ലേ? എന്താ സംശയം? നമ്മൾ കാണേണ്ട എന്നാണെന്നറിയോ, ഈ പുതിയോഗ യാത്രയൊക്കെ വളരെ മനോഹരമായിട്ട് നടന്നു. വലിയ ആൾക്കൂട്ടങ്ങളാണ് ഇല്ലേ? അപ്പോൾ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു. ഇപ്പം ഞാൻ അങ്കമാലിലൊക്കെ നിന്ന് കണ്ട ആളാണ്. ഭയങ്കര വൻ ജനാവലിയായിരുന്നു. ഈ പുതിയോഗയാത്ര നടക്കുമ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സീറ്റ് ഉറപ്പിക്കുന്നതിലും അവർ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നതിലുമൊക്കെ തിരക്കിൽ അവർ നടക്കുമായിരുന്നു. അവർ പാർട്ടി വളർത്തുന്നത് ശ്രദ്ധിച്ചില്ല. പാർട്ടിയെ വളർത്തുന്നതിലും ഈ അണികളെ ചേർത്ത് പിടിക്കുന്നതിലും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിലും അവർ ശ്രദ്ധിച്ചില്ല. അതേസമയം നോക്കിക്കേ, എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 10-60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഭരണവിരുദ്ധ വികാരത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ശ്രമിക്കുമ്പോഴും അവർ എന്ത് ചെയ്തു? അടിസ്ഥാനപരമായിട്ട് അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് അടക്കം സെറ്റായിരുന്നു. അതാണ് ഈ പാർട്ടി കേഡർഷിപ്പിലുള്ള വ്യത്യാസം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതേ സിസ്റ്റം കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ UDF ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് അത് ഈ അവസാനത്തെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഭരണം കിട്ടും ഞങ്ങൾക്ക് ആ ഒരു തമ്മിലടി ആയിരുന്നുണ്ടാവില്ലേ ഇത്തരത്തിലൊരു പിന്നോട്ട് വലിച്ചത്? നേതാക്കന്മാരുടെ തമ്മിലടി ഒരു വശത്തുണ്ടെങ്കിൽ തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനെ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനെ നമുക്ക് ഒരിക്കലും ഇവരോട് ഉപമിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് പക്ക പോളറൈസേഷൻ വന്നിട്ടുണ്ട്. അതൊരു മുഖ്യമന്ത്രിയുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകളെല്ലാം വന്നപ്പോൾ അതൊരു വലിയ രീതിയിൽ അവിടെ ഒരു മുസ്ലിം പോളറൈസേഷൻ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർ തീർച്ചയായിട്ടും അവിടെ ഒരു പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചേക്കുന്നത്, കുറേ സ്ഥലങ്ങളിൽ BJP ഒക്കെ വോട്ട് വീതം കൂടിയേക്കുന്നത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും CPM മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ
ഓരോ മേഖലയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ആ പർട്ടിക്കുലർ പോയിന്റുകളിലെ ഒരു പോളറൈസേഷൻ വന്നപ്പോഴാണ്, ഏകീകരണം വന്നപ്പോഴാണ് ആ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയേക്കുന്നത്. അതേസമയം അവിടെ എല്ലാം അവരെല്ലാം ഒന്നിച്ചു നിന്നു. അവർക്ക് അതിനിടയ്ക്ക് നൂറുകണക്കിന് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഡിജോ പറഞ്ഞില്ലേ, ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നതിനേക്കാളും പ്രശ്നം നേരിട്ട പാർട്ടി ഏതാണെന്നറിയോ? CPM. ഏറ്റവും കൂടുതൽ MLA പാർട്ടി വിട്ടു പോയത് ഏതാ? CPM. പക്ഷെ അതൊന്നും ആരെയും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അതേ സമയത്ത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോയത് ചർച്ച ചെയ്യപ്പെടുക. അതിന് കാരണം എന്താ അറിയോ? ഇപ്പോൾ സുധാകരൻ തന്നെ ഇക്ഷാൻ്റെ വരപ്പിച്ചില്ലേ, അത് ആദ്യത്തെ ദിവസം തന്നെ CPM വരുന്നത് ആദ്യത്തെ ദിവസം തന്നെ തീർത്തു വിട്ടേ. ഒന്നാമത്തെ ദിവസം അത് തീർത്തു വിട്ടു. ഒന്നെങ്കിൽ പുറത്താക്കും അല്ലെങ്കിൽ ഉള്ളിൽ. ഇത് വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി വൃന്ദം മുഴുവൻ എന്ത് ചെയ്തു? പാർട്ടി വിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചെതറി. പിന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ആരാണ് നേതാവ്? ഒറ്റ നേതാവും 20 നേതാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു നേതാവ് ഒരു പ്രസ്ഥാനത്തെ നയിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് എപ്പോഴും ആ നേതാവിൻ്റെ കൽപ്പനകൾ മാത്രം നോക്കിയാൽ മതി. അതേസമയം 20 നേതാക്കന്മാർ വരിക്കുമ്പോൾ ഇതിൽ ആര് പറയുന്നത് കേൾക്കണം. കാരണം അതുപോലെ ഗ്രൂപ്പല്ലേ. ഇപ്പോൾ അതാ ഷാഫി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സതീശൻ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഷാഫി ഗ്രൂപ്പ് വന്നു. അതാണ് പിഷാരടി പാലക്കാട് വന്നതിൻ്റെയൊക്കെ പുറകിൽ. ഇതൊക്കെ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ആരെ കേൾക്കും? ഇപ്പം കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ മറ്റേ വിമതനായിട്ട് നിന്ന ഇവിടെ വിമതനായിട്ട് നിന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉറപ്പ് തരുന്നു നിനക്ക് അർഹമായ സ്ഥാനം കിട്ടും. ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാനും പറ്റിയില്ല, പാർട്ടി നേതൃത്വത്തിലേക്ക് വരാനും പറ്റിയില്ലെങ്കിൽ അവൻ്റെ കാര്യം ഗോപിയ. അപ്പോൾ വീണ്ടും അവൻ എന്താവും? എതിർപ്പാവും. ഇതാണ് പ്രശ്നം. ഈ അധികാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നേതൃസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേതൃത്വത്തെ വാർത്തെടുക്കുന്നതും അതേസമയം ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തെ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തുന്നത് തമ്മിലുള്ള വ്യത്യാസമാണ്. ആര് തമ്മിലുള്ള വ്യത്യാസം? ഈ ഇടതുപക്ഷവും കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് തോന്നുന്നു അധികാരം കിട്ടിക്കഴിഞ്ഞുണ്ടാവേണ്ട തല്ല് മുമ്പ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് പാർട്ടി ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് മാത്രമേ അല്ലേ, അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ VD സതീശനെ, KC വേണുഗോപാല്, ചെന്നിത്തല ഇവരെയൊക്കെ സംബന്ധിച്ച് ഒറ്റ കാര്യമല്ല, ഇത് എങ്ങനെയാണ് മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുക. അവർക്ക് വേറൊന്നുമില്ല. ഇലക്ഷൻ ജയിക്കുന്ന പോലെ അവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് അത് സീറ്റ് ഉറപ്പിക്കാന്ന് അവർ ചിന്തിക്കുന്നത്. ഞാൻ അതിന്റെ ആദ്യത്തെ ബോംബ് K. സുധാകരൻ പൊട്ടിച്ചു. ഇന്ന് PJ കുര്യൻ അതിന്റെ പൊട്ടിച്ചു. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ മനസ്സിലാക്കും ഇതെന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ LDF-ന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ 10 വർഷം ഭരിച്ച പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തേക്കാണെങ്കിൽ മറ്റേ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണ അത് നയതന്ത്രമാകത്തിൽ അത് പല വിഷയം ഉണ്ടായിരുന്നു. സരിതയുടെ വിഷയം ഉമ്മൻചാണ്ടി എങ്ങനെ നേരിട്ടോ അതിനേക്കാളും വേണമെങ്കിൽ കുറച്ചുകൂടി രീതിയിൽ കൂടുതലായിരുന്നു. കാരണം പലപ്പോഴും മറ്റത് പിന്നെ സർക്കാരിൻ്റെ ഒന്നും പോയിട്ടില്ല. അതിനകത്ത് പലപ്പോഴും ഈവൻ സ്പീക്കർ അടക്കം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എങ്കിലും അത് പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ വീണ്ടും അയ്യപ്പൻ്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ രക്തസാക്ഷി ഫണ്ട് വക മാറ്റിയത്, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും ഒരു CPM നേതാവ് CPM-ന്റെ ഒരു അതേ സഹകരണ സംഘത്തിലേക്ക് ആത്മഹത്യ ഭീഷണി മുടക്കി. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ഒന്നും ചർച്ചയാവുന്നില്ല. അങ്ങനെ നിരവധി ഇഷ്യൂസ്. ഒപ്പം ഈ പറഞ്ഞ പോലെ ക്രൈസ്തവർ സംബന്ധിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് അവസാന നിമിഷം പുറത്തു വരുന്നു. മദ്യനയം 29 ബാറുണ്ടായിട്ട് ഇപ്പോൾ 1000-ഓളം ബാറാണ്. ഇത് ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞു വരുന്ന പിണറായി സർക്കാർ അത്രയും കൂട്ടി. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞം പ്രശ്നം. വിഴിഞ്ഞം ഈ ഒരു രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ സമയത്ത്, അതായത് വൈദികരെ കേസെടുത്തത്, ഒരു ഈവൻ മെത്രാന്മാരെ ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ ഒരു സമരം വളരെ നാണം കെടുത്തി അവസാനിപ്പിച്ചു. അത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷോഭം ഉണ്ടാവേണ്ട ഒരു സമയമാണ്. ഏതൊക്കെ വിഷയങ്ങളാണ് നിലവിൽ ചർച്ചയിലായിരിക്കുന്നത്? ഈ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ പോയി തിരിച്ച് പങ്കമാലി വന്നയാളാണ്. കേരളം മുഴുവൻ നോക്കിയുണ്ടല്ലോ, എവിടെ നോക്കിയാലും ഒരു 5 കിലോമീറ്ററിനുള്ളിൽ 5 അല്ല, ഞാൻ ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഹൈവേ പോലും ഹൈവേയിൽ 5 ഇല്ലല്ലേ? അയ്യോ, 1 കിലോമീറ്റർ പോലും വ്യത്യാസത്തിൽ ഞങ്ങളത് പലപ്പോഴും കാരണം എന്താ വെച്ചാൽ കാണുന്നത് മൊത്തം LDF എന്ന് പറയുമ്പോൾ ഇപ്പൊ CPM പോലല്ലേ. ഇപ്പൊ CPM-ന്റെ ഒരു ഇതാണെങ്കിൽ ഓക്കെ മുഖ്യമന്ത്രി, ഇത് LDF മൊത്തത്തിൽ പിണറായി വിജയൻ എന്നൊരു പേരിലേക്ക് ആ ഒരു ചിത്രത്തിലേക്ക് എന്റെ ചിത്രം എന്റെ പേര് ആ ഒരു രീതിയിലേക്ക് ചുരുങ്ങി നിൽക്കുകയാണ്. ഒപ്പം അവരൊരു ക്യാപ്ഷൻ, അതായത് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളും CPM-നെ സംബന്ധിച്ചിട്ട് അവർ തെരഞ്ഞെടുത്ത ജനത്തിന് മുമ്പിലേക്ക് അവർ നൽകാൻ പോകുന്ന സന്ദേശത്തെ കൃത്യമായി ആലേഖനം ചെയ്ത ക്യാപ്ഷൻ കൊടുക്കുന്നതിൽ അവർ വിജയിച്ചു. ഒന്നാമത്തെ. 2, കേരളത്തെ കംപ്ലീറ്റ് ഈ ബോർഡാണ്. അത് ചെറിയ ബോർഡൊന്നും അല്ലല്ലോ, വലിയ ബ്രഹ്മാണ്ഡ ബോർഡുകൾ. അത് ഏത്
മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് ഈ സാധനം കയറും. കയറും. അപ്പോൾ പല സ്ഥലത്തും പലതാണ്. ചില ഏകദേശം ഒരേ ഫ്രെയിം ആണെങ്കിലും ക്യാപ്ഷൻസ്, അതായത് ആശയങ്ങൾ വ്യത്യാസം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര ചെലവാക്കി, റോഡ് ഇത്ര ഭവനങ്ങള്, ഇത്ര വീടുകള്, സ്കൂളുകള്, എല്ലാവർക്കും റോഡും പാലവും എത്തിച്ചു, ദാരിദ്ര്യം ഇല്ലാതാക്കി, അങ്ങനെ അത്തരത്തിൽ സബ് ഹെഡിങ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നത്. പക്ഷേ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഓരോ സ്ഥലത്ത് ഒരു ചെറിയൊരു ജംഗ്ഷനിൽ നമ്മൾ നിന്നാൽ നമുക്കൊരു 5-6 ഒന്ന് തല ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി, നമുക്കൊരു 5-6 അവർക്ക് കൂടുതലായിട്ടൊരു വിഷൻ ഉണ്ട്. അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിഷനാണ്. മറ്റ് പാർട്ടികളുടെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ദേ ഡി നോട്ട് ഹാവ് എനി വിഷൻ എന്ന് പറയുന്ന ഒരു തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇവർ ഒറ്റക്കെട്ടായിട്ട് ചെയ്തത്. പക്ഷെ മറ്റ് പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ദർ. അതാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. വികസനം തന്നെ നോക്കിക്കേ, നമുക്ക് ഇപ്പം ഞാനൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോഴും എനിക്ക് വികസനത്തെ തള്ളി പറയാൻ പറ്റില്ല. റോഡുകള്, സെക്യൂരിറ്റി, സ്ത്രീ സുരക്ഷ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിസ് തന്നെ നമുക്ക് പിങ്ക് പക്ഷെ ഇവിടെ എല്ലാം പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അല്ല, അത് ഇവിടെ എല്ലാം പല ഇഷ്യൂസ്. അതെന്താണെന്നറിയോ, ഇഷ്യൂസ് ഇല്ലാത്ത ഒരു ലോകം നമുക്ക് അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് വീടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പല മേഖലകളിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചലാന മേഖലയൊക്കെ നമുക്ക് വിശ്വസിക്കാനാവാത്ത പോലത്തെ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജപ്തിയുടെ കടവയ്ക്കിൽ നിന്ന് വീടില്ലാണ്ട് ഒരു ചെറ്റക്കുടില് എന്താ പറയാ, ഷീറ്റ് വലിച്ചു കെട്ടി ഒരു മഴ പെയ്താൽ ആ വീടിനകത്തേക്ക് വെള്ളം കയറും. അത് പറഞ്ഞു കേട്ടോ, അവരൊക്കെ കിടക്കുന്ന ആളുകൾ കിടക്കുന്നത് കട്ടിലൊന്നുമില്ല, കല്ലുകൾ അടക്കി വെച്ച് അതിന്റെ മേളിൽ പായിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോഴും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ മുടക്കി പോസ്റ്റ് അടിച്ചിടുന്നു. ഇതിന്റെ പുറകിലേക്ക് പോയ ഒന്നുമില്ല. പക്ഷെ ഇത് തുറന്നു കെട്ടാൻ നിലവിൽ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല ടീച്ചോ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് വിഷയമുണ്ട്. അതായത് സ്ത്രീ സുരക്ഷ, റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസ്, ഈവൻ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും അടക്കം, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. നമ്മുടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ പോലും സ്റ്റാൻഡേർഡ് ഇല്ല കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റലുകൾക്കും ജില്ലാ ആശുപത്രികൾക്കും. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തൂടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ ഉള്ളിലെ വികസനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂറൽ കേരളയെ ശരിക്കും അർബനൈസ് ചെയ്യുന്നതിനാണ് കഴിഞ്ഞ 10 വർഷം സർക്കാർ ശ്രമിച്ചതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ഈ പറയുന്ന പോലെ അതിദാരിദ്ര്യം എന്ന് പ്രഖ്യാപിച്ചപ്പോഴും കയറി കിടക്കാൻ വീടില്ലാത്തവരുണ്ട്. ഇപ്പോഴും വഴി തന്നെ കിടക്കുന്നവരില്ലേ, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നവരില്ലേ, വീടില്ലാത്തവരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അതിനെ ഈ പറയുന്ന പോലെ അതിനെ പുറത്തു കൊണ്ടുവരുവാൻ, അത് ഈ ഗവൺമെൻറ്റിൻ്റെ വികസന നയങ്ങൾക്കെതിരായിട്ട് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ തൊഴിലില്ലായ്മ, എന്താ യൂത്ത് മിണ്ടുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും മിണ്ടുന്നുണ്ടോ തൊഴിലില്ലായ്മയെ പറ്റി? എന്ന അവസ്ഥ നോക്കിയാൽ ഈ നാട്ടിൽ നിന്ന് എന്തേരം പേരാ ഈ നാട് വിട്ടു പോണത്. അപ്പോൾ അത് ഗവൺമെൻറ്റിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അതെന്താ നിങ്ങൾ ഉപയോഗിക്കാത്തത്? വലിയൊരു ചോദ്യം. മൈഗ്രേഷൻ, യൂത്ത് എന്നല്ലേ ചോദ്യം. മൈഗ്രേഷൻ എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ട്, നല്ല വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ ഇല്ല എന്നുള്ളതിന് തെളിവാണ്. രണ്ട് നല്ല തൊഴിലില്ല എന്നുള്ളതിന് തെളിവാണ്. എന്നിട്ട് എന്താണ് നിങ്ങൾ യൂത്ത് ഗവൺമെൻറ്റിനെതിരെ അത് പ്രയോഗിക്കാത്തത്? അവിടെയാണ് ആരുടെ വിജയം? സർക്കാരിൻ്റെ വിജയം. ഇതിനു മുമ്പ് ഇപ്പോൾ 10 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇത്തരത്തിൽ എല്ലാവിധ അഴിമതികളും, അതല്ലെങ്കിൽ ഇത്ര ബാക്ക് പോയി എല്ലാം ഓരോന്നും എടുത്തു കാണിക്കാൻ LDFന് സാധിച്ചു. അത് ഒരു പക്ഷേ അവരുടെ ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ക്യാമ്പയിൻ, അവരത്രത്തിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, ഇപ്പോഴും അവരതാണ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളാണ് ഇപ്പം എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുന്ന ആരാണ്? ഇപ്പം ഒരു മാധ്യമത്തിന്റെ ഒരു പോസ്റ്റർ, ഇപ്പോൾ അത് കോൺഗ്രസ് അനുകൂല പോസ്റ്റർ വന്നു എന്ന് വിചാരിക്കും, അതായത് ഒരു വാർത്ത വിട്ടു എന്ന് വിചാരിക്കും, ഇപ്പൊ കോൺഗ്രസിന് ഇന്നത് നേടാനായി. പക്ഷെ അതിന്റെ താഴെ പരസ്യം വരുന്ന എന്താണെന്നറിയോ? LDF ആണ്. LDF അല്ലാതെ മറ്റാരുണ്ട്? അതായത് ഓരോ പോസ്റ്ററുകളും പെയ്ഡ് ആയിട്ട്, നമുക്കറിയാം ഇപ്പൊ ന്യൂസുകൾ നമ്മളെ പലപ്പോഴും എല്ലാ മാധ്യമങ്ങളും പോസ്റ്ററായിട്ട് ഒരുപാട് ഷെയർ ചെയ്ത് പോകുന്നത് പോസ്റ്ററുകളാണ്, സ്റ്റാറ്റസ് ആയിട്ടും മറ്റ് ഷെയറിംഗ് ആയിട്ടും ലൈക്കും കമന്റ്സ് ഒക്കെ ആയിട്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും എടുക്കാൻ എനിക്ക് തോന്നുന്നു LDFന് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഈ ഫുട്ബോൾ മാച്ചിന്റെ അവസാനത്തെ 10 മിനിറ്റ് ഈ എന്താണ് കട്ടയ്ക്ക് 1-1 ഗോളടിച്ച് നിൽക്കുന്നവർ തമ്മിൽ അവസാനം ഒരു 10 മിനിറ്റ് നടക്കുന്ന മത്സരം പോലെ കഴിഞ്ഞ അവസാനത്തെ ഒരു മാസത്തെ ഭരണമുണ്ടല്ലോ, ഒരു വെടിപൊട്ടിയായിരുന്നു.
അത് എത്രമാത്രം വിജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റൂ. അത് ഇനി വരുന്ന സർക്കാരിനെ സംബന്ധിച്ച് തലവേദനയാണ്. ക്ഷേമ പെൻഷൻ കൂട്ടിയത് തൊട്ട് ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, വനിതകൾക്ക് ഫണ്ട് 1000 വെച്ച് വരുന്നു. പിന്നെ നോക്കിക്കേ, PSCയിലെ 40 വയസ്സാകുന്നു. യുവജനങ്ങളെ സംബന്ധിച്ചിട്ട് അതിലും വലിയ സംഭവം ഉണ്ടോ? ഇല്ല. 40 വയസ്സാകുന്നു. പ്രത്യേകിച്ച് ലിസ്റ്റിൽ റാങ്ക് കിട്ടിയവർ എപ്പോഴും സമരത്തിലുണ്ട്. ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാർ 200 ദിവസം സമരം ചെയ്ത് എനിക്കറിയാം, സെക്രട്ടറി മുമ്പിൽ, നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിലാണ്, നമുക്കറിയാം. അതിനൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സന്യാസിനികൾക്കെല്ലാം കൂടെ ഇത് പെൻഷൻ കൊടുത്തു. ക്രൈസ്തവ സമൂഹത്തെ ഒറ്റയടിക്ക് വീടിച്ചില്ലേ? അതായത് കോശി കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ മറ്റൊരു ആയുധം എടുത്തിട്ട് അടിച്ച് വീടിച്ചു. അതിന് പുറകെ എന്ത് ചെയ്തു? ഈ സാധനം കൂടെ റിപ്പോർട്ട് പുറത്തും വിട്ടു. ഈ റിപ്പോർട്ട് എന്ത് ചെയ്യൂന്നുള്ളത് പറഞ്ഞിട്ടില്ല, അത് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ആ സാധനം പുറത്തു വിട്ടപ്പം ഇനി അതിനെതിരെ മിണ്ടാൻ പറ്റുമോ? ഇല്ല. കൃത്യമായ ഇടവേളകളിൽ ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോളിൽ ഗോൾ അടിക്കുന്നു പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളകളിൽ അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിക്കാൻ ഈ പിണറായി വിജയന് പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പോൾ പലപ്പോഴും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അന്നെല്ലാം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ കുറിച്ച് ചോദിക്കും. പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരും. ക്രൈസ്തവർ ആവശ്യപ്പെടും റിപ്പോർട്ട് പുറത്തു വിട്ടണം. ഒരു റിപ്പോർട്ടും പുറത്തു വിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പിൽ തോൽവി വരുമ്പോൾ ഈ വിഷയം നമ്മൾ എടുത്തിടാണ്ട് JB കോശി കമ്മീഷൻ ഇതുവരെ റിപ്പോർട്ട് വിട്ടിട്ടില്ല. അന്നും സർക്കാർ ഒരു ധാർഷ്ട്യ മനോഭാവമായിരുന്നു മെത്രാന്മാരുടെ പോലും. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് അത് 5 വർഷമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ 3-4 വർഷമായിട്ട് ഇത് പൂഴ്ത്തിവെച്ചു സർക്കാരിന്റെ മറ്റേ മന്ത്രിമാരുടെ മേച്ചകളിൽ. അവസാന വർഷം ഇത് പുറത്തു വിടുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവസാന മാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവസാനം തെരഞ്ഞെടുപ്പ് മുമ്പ് ഇത് പുറത്തു വിടുന്നു. ഞാൻ ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടു. കണ്ണിൽ പൊടിയിടിപ്പിക്കാൻ കഴിഞ്ഞ 5 വർഷം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ അതിലവര് വിജയിച്ചില്ലേ? എന്നാലും അത് വിജയിച്ചില്ല അവര്. പക്ഷെ വേറൊരു കേസ്, സാധാരണ ജനങ്ങൾ എത്രത്തോളം ഇതിനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 5 വർഷം കോവിഡുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സാറിന് ആൾക്ക് ഭരിക്കേണ്ടത് വന്നിട്ടില്ല. അതായത് പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിറ്റ്, നമുക്കറിയാം ഇലക്ഷന് മുമ്പ് കിറ്റ് തുടരുകയാണ് ചെയ്തത്. ആ കിറ്റിൽ ഒരു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ കിറ്റ് അതിനുശേഷം എത്ര തുടർന്നു?